ഇങ്ങനെ മരണത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ ചേട്ടനോട് പറയുവാണ്, എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന്. ഭർത്താവ് ഉടനെ ഇങ്ങോട്ട് വിളിക്കുകയാണ്, എടീ അവർ നിന്നെ ഒന്ന് കാണണമെന്നുണ്ട്, മരിക്കുന്നതിന് മുമ്പ് നീ ഇവിടം വരെ ഒന്ന് വരണം. അപ്പോൾ ഭാര്യ ഫോണിലൂടെ പറഞ്ഞു, ആ മനുഷ്യൻ്റെ മുഖം എനിക്ക് കാണുന്നതേ ഇഷ്ടമല്ല. ഭർത്താവാണെന്ന് ഓർക്കണം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ മരിച്ചപ്പോൾ കുടുംബക്കാർ മുഴുവൻ ഫോൺ വിളിച്ച് പറഞ്ഞു, ശവസംസ്കാരത്തിന് വരണം, നീ വരാതിരിക്കരുത്, എല്ലാവരും നോക്കും, ശ്രദ്ധിക്കും. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എല്ലാ ഉപദേശങ്ങളും നൽകിയപ്പോൾ ഈ സ്ത്രീ ഓടി വന്ന് പറഞ്ഞ വാക്കാണ്, ആ മനുഷ്യൻ പെട്ടിക്കകത്ത് കിടക്കുന്നത് വരെ എനിക്ക് അറപ്പാണ്, എനിക്ക് ആ മനുഷ്യനെ ഇഷ്ടമല്ല. ഇത്രയും അകറ്റിക്കളഞ്ഞത് എന്നാന്ന് പറഞ്ഞ ഒറ്റ കാരണമാണ്, ഭർത്താവിൻ്റെ വിശുദ്ധിയില്ലാത്തൊരു ജീവിതം കുടുംബ ബന്ധത്തെ തകർത്ത് തരിപ്പണമാക്കി. നമ്മൾ ചിന്തിക്കും, വിശുദ്ധിയുടെ വില പണത്തേക്കാൾ വലുതാണ്. പണത്തേക്കാൾ വലുതാണ് വിശുദ്ധിയുള്ളവരുടെ വില. അതെത്ര പേർക്ക് മനസ്സിലാകും? എല്ലാവരും പണത്തിന് വേണ്ടി വ്യഗ്രതപ്പെടുന്നവരാണ്. പണമുള്ള എത്രയോ പേര് മരിച്ചവരുടെ സിമിത്തേരി ഒന്ന് പോയി നോക്കുന്നത് നല്ലതാണ്. അത് മരിച്ച് കുറച്ച് വർഷം കഴിയുമ്പോഴേ കാടും പുല്ലും പിടിച്ച് കിടക്കും. അതാർക്കും വേണ്ട, ആരും അവിടെ പോകാറില്ല, വരാറില്ല. എന്നാൽ വിശുദ്ധിയുള്ള ചിലർ മരിച്ചു വർഷം 50, 70, 100, 150 കഴിഞ്ഞു. ആ സിമിത്തേരിക്ക് പോലും ഇന്നും ഭയങ്കര വിലയാണ്. സിമിത്തേരി പോലും വെറുതെ മുണ്ട് മടക്കി ആരും നിൽക്കത്തില്ല. മുഖം നോക്കുന്ന തൂവാല കൊണ്ട് ആ പൊടി തൂക്കുക. പണമുള്ള എത്രയോ പേര് മരിച്ചിട്ട് ആ സിമിത്തേരിയിൽ മക്കൾ പോലും ഇല്ല പൊടി തൂക്കാൻ, മക്കൾ പോലും ഇല്ല. ഒരാൾ മരിച്ചിട്ട് 100 കണക്കിന് ഏക്കർ സ്ഥലമുള്ള ഒരാൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചപ്പം 47 അന്ന് വീട്ടിൽ കിടന്ന് ഭയങ്കര അടി. ആളുകൾ റോട്ടിലൂടെ നിൽക്കുകയാണ് കളിയാക്കി ചിരിക്കാൻ വേണ്ടിയിട്ട്. മക്കളും കെട്ടിച്ചു വിട്ടവരും അവരുടെ ഭർത്താക്കന്മാരും സ്വത്തിന് വേണ്ടിയുള്ള മൃഗങ്ങൾ തമ്മിൽ കടിപിടി കൂടുന്ന പോലെ മുറ്റത്ത് കിടന്ന് 7 എന്ന അച്ഛൻ പ്രാർത്ഥന ചൊല്ലി പോയി കഴിഞ്ഞിട്ടുള്ള കടിപിടി കാണാൻ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നാട്ടിലും എല്ലാം പറഞ്ഞ് ചിരിക്കുക. അന്നേരം നമുക്ക് മനസ്സിലാകും, പണമൊക്കെ ചിലപ്പോൾ കടലാസ് പോലെയാകും, വിലയില്ല. അത് ഈ കടലാസ് പോലെ അത്രയും പോലും തോന്നത്തില്ല. എന്നാൽ വിശുദ്ധിയുടെ വില 1000 കോടി അപ്പുറമാണ്. വിശുദ്ധിയാണ് ഏറ്റവും വലുത്. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരുപാട് പേര് നമുക്ക് മുമ്പിൽ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി, ഏറ്റവും വലിയ ബലം. നമുക്കിന്ന് ഇത്രയും വീടും ഇത്രയും നല്ല സാഹചര്യങ്ങളും നമ്മുടെ മക്കളൊക്കെ ഉയർന്ന് നല്ല നിലയിലൊക്കെ എത്തി വലിയ വീടും എല്ലാം ഒക്കെ ആയതിൻ്റെ പിന്നിൽ വിശുദ്ധരായ ഒരുപാട് പേര് നമുക്കുണ്ടായിരുന്നു. വിശുദ്ധരായ അപ്പച്ചനും അമ്മച്ചിമാരും ഉണ്ടായിരുന്നു. 4 മണിക്ക് എഴുന്നേറ്റ് മുട്ടേ നിന്ന് 5:30 വരെ 1.5 മണിക്കൂർ 6 മണി വരെ മുട്ടേ നിന്ന് പ്രാർത്ഥിക്കുന്ന വിശുദ്ധരായ അപ്പച്ചനും അമ്മച്ചിമാരും നമുക്കുണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്നുള്ള പല അനുഗ്രഹങ്ങളും നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത് പോലും. വിശുദ്ധിയുടെ ഒരു വിലയാ. പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് ഏറ്റവും കുറച്ച് കാണുന്നതും പിന്നേന്ന് വെച്ച് കാണുന്നതും വിശുദ്ധിയാണ്. വിശുദ്ധിയുള്ളവരെ ദൈവം സ്നേഹിക്കുന്നതിൻ്റെ അളവ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പോലും പറ്റില്ല, അളക്കാൻ പോലും പറ്റില്ല, അത്രയപ്പുറമാണ്. നാളെ കുമ്പസാരത്തിനായിട്ട് നമ്മൾ വരുമ്പം 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. വിശുദ്ധി. രണ്ടാമത്തേതാണ് ആരുടെയെങ്കിലും കണ്ണുനീര് വീണിട്ടുണ്ടോ എന്നുള്ളത്. പല ക്രിസ്ത്യാനികളും എവിടെയും ക്ലച്ച് പിടിക്കാത്തതിൻ്റെ ഒരു കാരണം പലരുടെയും കണ്ണുനീരാണ്. കണ്ണുനീര് അപകടകാരിയാണ്. ആ സാധനം കണ്ണുനീര്. ബൈബിളിൽ ഒരേ ഒരു സാധനമേ കുപ്പിക്കകത്ത് എടുത്തിട്ടുള്ളൂ. ഏതാണ്? വേറെ ഒന്നും കുപ്പിയിലെടുത്ത് വെച്ചതായി എഴുതിയിട്ടില്ല. കാര്യം അത് മനസ്സ് വേദനിക്കുമ്പോൾ കണ്ണിലൂടെ വരുന്നതാ. അത് തൊട്ടെടുത്ത് നാവിലൊന്ന് രുചിച്ച് നോക്കിയാൽ കടൽ വെള്ളത്തിൻ്റെ രുചിയാണ്. സെയിം രുചിയാണ് ഏകദേശം രണ്ടിനും. ഉപ്പിൻ്റെ രുചിയാണ്. നിസ്സാരമായി നമ്മളത് ദുബാലെ തൂത്താണ് കളയാറുള്ളത്. പക്ഷേ പലചരക്ക് കടയിൽ പോയി ഉപ്പ് വച്ചിരിക്കുന്ന പണ്ടത്തെ രീതി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. ഉപ്പ് വച്ചിരിക്കുന്നത് മിക്കവാറും കട്ടിയുള്ള ഇരുമ്പിൻ്റെ ഒരു പ്രതലത്തിലായിരിക്കും. ഉപ്പ് വെച്ച് അത് തുരുമ്പിച്ച് അതിൻ്റെ കാലൊടിഞ്ഞു പോയ അവസ്ഥയിൽ വരെ കാണാൻ പറ്റും. ഉപ്പിൻ്റെ പ്രത്യേകത എത്ര ഉറപ്പുള്ളതിനെയും ഇളക്കി തുരുമ്പ് പിടിപ്പിച്ച് ഇളക്കിക്കളയും. ഒരുപാട് ക്രിസ്ത്യാനികളായിട്ടുള്ള അനേകം ആളുകൾ മാതാപിതാക്കളുടെ കണ്ണുനീര് വീണ ജീവിതങ്ങളാണ്. അവർക്കൊന്നും ഒരു പരിധിയിൽ കൂടുതൽ അങ്ങ് ഉയരാൻ പറ്റുന്നില്ല. മാതാപിതാക്കൾ കണ്ണുനീര് ഭയങ്കര ഒരു അപകടകാരിയാണ്. നമ്മൾ കുമ്പസാരിക്കുമ്പോൾ അനുദപിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഞാനിതൊന്നും അങ്ങനെ കാര്യമായി പറയുന്ന വിഷയമേ അല്ലായിരുന്നു. പക്ഷേ ഒരു സ്ഥലത്ത് ധ്യാനത്തിന് ചെല്ലുമ്പം അവിടെ ഒരാൾ പ്രാർത്ഥിക്കാനായിട്ട് നല്ല 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 വില കൂടിയ ഡ്രസ്സ് ഇട്ട ഒരാൾ വന്നു. അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപ കടമാണ്. PWD കോൺട്രാക്ടറാണ് അദ്ദേഹം. ഇപ്പോൾ ആ കടം വീട്ടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടുന്ന ഒരാളാണ്. ആരും അദ്ദേഹത്തെക്കുറിച്ച് നെഗറ്റീവ് എന്നോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പള്ളിയുടെ വാതിൽക്ക് സൈഡിൽ ഇരുന്നാണ് ഞാൻ കണ്ടത്. പള്ളിയുടെ കയറുന്ന വാതിന് സൈഡിലിരുന്ന് ആ വ്യക്തിയെ മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. വേറെ ആരും എന്നെ കാണാൻ വന്നിട്ടുമില്ലായിരുന്നു. സംസാരിച്ച് കഴിഞ്ഞപ്പോൾ
അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പാവപ്പെട്ടവരുടെ കണ്ണുനീര് വീണതുപോലെ കാണുന്നു അങ്ങനെ കാണിക്കുന്നു. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു കോൺട്രാക്ടറാണ്, എൻ്റെ കൂടെ ഒരുപാട് പണിക്കാരുണ്ടായിരുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞു. പിന്നീട് സംഭവം പിടികിട്ടത് ഇങ്ങനെയാണ്. ഉദാഹരണം പറയുകയാണ്, അദ്ദേഹം പറഞ്ഞ രീതി വെച്ച് 500 രൂപ കൂലി ഉണ്ടെങ്കിൽ പാവപ്പെട്ടവന് കൂലി 450 ഇയാൾ കൊടുക്കൂ. 50 രൂപയ്ക്ക് വേണ്ടി ഈ മനുഷ്യൻ ഈ വെയിൽ കൊണ്ട് ടാറിൻ്റെ പണിയെടുക്കുന്നവൻ കരഞ്ഞുകൊണ്ട് ഇയാളെ വീട്ടിൽ വരും. ചേട്ടോ 50 രൂപ അവരുടെ ഭാഷയിൽ, പലതും ബംഗാളികളും മറ്റു പല ജില്ലയിലുള്ള രാജ്യത്തുള്ളവരൊക്കെയാണ്. ഇയാൾ 50 രൂപയ്ക്ക് വേണ്ടി ഇയാൾക്കൊരു ഹരമായിരുന്നു മുഴുവൻ പൈസയും കൊടുക്കുകയില്ല, ഇച്ചിരി പൈസയ്ക്ക് വേണ്ടി കൈ നീട്ടിപ്പിക്കുക എന്നുള്ളത്. ഇയാൾ കൊടുക്കുകയില്ല, 50 രൂപയ്ക്ക് വേണ്ടി ഒരു 100 പ്രാവശ്യം നടത്തും. അപ്പോൾ ഈ വെയിൽ കൊണ്ട് ടാറിൻ്റെ പണ്ടത്തെ രീതിയിൽ ടാർ ഉരുക്കി വെയിലിൻ്റെ ചൂടേറ്റ മനുഷ്യൻ ഈ വേദനയോടുകൂടി ഈ മനുഷ്യനെ കരയും മുറ്റത്ത് നിന്ന്. എവിടെ എത്തിയെന്നറിയാമോ? കണ്ണുനീര് വീണ സാമ്പത്തികം മുഴുവൻ പൊളിഞ്ഞ് ഇന്ന് അയാൾക്ക് തന്നെ ബോധ്യപ്പെട്ടു. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, അവരൊക്കെ എവിടുന്നോ വന്നവരാ, എവിടെയാന്ന് പോലും എനിക്കറിയില്ല, ഇനി ഞാൻ എന്തു ചെയ്യും? ഏതോ പാവപ്പെട്ടവൻ്റെ കണ്ണുനീര് ഇയാളുടെ സാമ്പത്തികത്തെ കാര്യമായി ബാധിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് അത് കാണിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വീട്ടിൽ ഭിക്ഷയെടുക്കാൻ വരുന്ന ഒരാളുടെ പോലും കണ്ണുനീര് നമ്മുടെ ദേഹത്തോ വീടിൻ്റെ മുറ്റത്തോ വീഴ്ത്തരുത്. മാതാപിതാക്കളുടെ കണ്ണുനീര് വീഴ്ത്തരുത്. അനേകം പ്രേമവിവാഹങ്ങൾ അവരുടെ ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ അവരറിയാതെ അവരുടെ ജീവിതത്തിലേക്ക് വീഴുന്നൊരു കാര്യമാണ്. അപ്പച്ചമാർ മനസ്സറിഞ്ഞൊന്ന് കരയും. അത് തൂത്തുകളയുന്നതും ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. തൂത്തുകളഞ്ഞാലും അത് വീണത് ആ വ്യക്തിയുടെ ജീവിതത്തിലാണ്. അവരുടെ ഭാവി ജീവിതത്തെ അത് വല്ലാണ്ട് ഇളക്കും. എത്ര മിടുമിടുക്കരാണേലും കുറച്ച് കഴിയുമ്പോൾ വല്ലാണ്ട് അതിനെക്കുറിച്ച് അനുദപിക്കും. എത്രയോ പേര് കണ്ണുനീര് ജീവിതത്തിൽ ശരിക്കും ശ്രദ്ധിക്കണം. കണ്ണുനീര് വീണിട്ടുണ്ട്. ആരുടെയും കണ്ണുനീര് വീഴ്ത്തരുത്. ആരുടെയും വേദന കിട്ടത്തക്ക വിധമുള്ള ഒരു പ്രവൃത്തിയും ചെയ്യരുത്. വീട്ടിൽ പണിയെടുക്കുന്നവനായിക്കോട്ടെ, ഭിക്ഷയെടുക്കുന്നവനായിക്കോട്ടെ, 50 രൂപയ്ക്ക് വേണ്ടി 500 പ്രാവശ്യം നടത്തരുത്. അനേക ആളുകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കല്യാണത്തിന് വീട്ടിൽ പന്തലുകാരൻ പന്തലിട്ടു, 25,000 രൂപയുടെ പന്തലിട്ടു, 21,000 രൂപ കൊടുത്തു. ബാക്കി 3,000-4,000 രൂപയ്ക്ക് വേണ്ടി 250 പ്രാവശ്യം അവനെ ബൈക്ക് ഓടിപ്പിക്കും. നീ നാളെ വാടാ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അടുത്ത തിങ്കളാഴ്ച തരൂന്ന്. ഇവൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും മനസ്സറിഞ്ഞൊരു വേദന അവിടെ ഇട്ടിട്ട് പോകുന്നേ. ഒരു കാര്യം ഏറ്റെടുത്താൽ അത് കൊടുക്കണം. അതായത് നമ്മൾ 25,000 രൂപ അത് കൊടുക്കണം. പറ്റുമെങ്കിൽ അവൻ്റെ വിഷമം മേടിച്ചെടുക്കരുത്. മാതാപിതാക്കളുടെ വിഷമം ഏറ്റ ആരുടെയും കണ്ണുനീര് മേടിച്ചെടുക്കരുത്. കണ്ണുനീര് അപകടമാണ്. അനേക ജീവിതത്തെ ഞാനത് ഇത്രയും നാളത്തെ ധ്യാനം 5-6 വർഷത്തെ ജീവിതത്തിൽ അനേകം പ്രാർത്ഥിച്ച വ്യക്തികളിൽ നിന്ന് കണ്ടുപഠിച്ചൊരു ജീവിതമാണ്. പല ജീവിതങ്ങളെയും വല്ലാണ്ട് ഇളക്കിയത് ആരുടെയൊക്കെയോ അനുഗ്രഹമില്ലാത്ത അവസ്ഥ കണ്ണുനീരാണ്.